ഞാൻ സ്കൂട്ടർ. ആഹാ, കുട്ടപ്പായി കോൾ അടിച്ചല്ലോ. അത് പിന്നെ ചീട്ടുകളി തുടങ്ങി പിടിച്ചുപറി വരെ എവിടെ അവൻ നേടും. ഇല്ലിക്കൽ റപ്പായുടെ മോനല്ലേ? ആ, എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. വർക്കിയേ, സംഗതി അതൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടത്തെ കുറെ അമ്മച്ചിമാര്, ക്രിസ്ത്യാനികളല്ല കേട്ടോ, വലിയൊരു കെട്ടുവള്ളത്തെ തിരുവനന്തപുരത്ത് പോയി ആറ്റുകാല പൊങ്കാല കാണാൻ. അംഗവും കണ്ട് താലിയോടിച്ചെന്ന് പറയുന്ന പോലെ പൊങ്കാലയും കണ്ട് വേറെ ചിലതുമൊക്കെ സാധിച്ച്. ഇതെന്തൊക്കെ പറഞ്ഞാലും അനന്തര തലമുറയുടെ മുഖത്ത് ഒരു രാജകലയുണ്ട് കേട്ടോ. കേട്ടോടാ രാമുണ്ണി, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 500 തലമുറ പുറകോട്ടെടുത്താലും നമ്മുടെ ജാതി മതവും ഒക്കെ ഒന്ന് തന്നെയാ, അല്ലേടാ? അതെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സൂചി ഗോതമ്പും പാൽപ്പൊടിയും കിട്ടാൻ വേണ്ടി ഓശാന പാടി നടന്നവന്മാരൊക്കെ ഇന്നും മിടുക്കന്മാരായി പോയി. ഞാൻ നിർത്തി. എടോ പഠിക്കരേ, താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നു. എന്നാ വാ, ഒരു കാര്യം പറയട്ടെ. പാടോ. ഞാനേ നമ്മുടെ കൂട്ടുപുഴ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാൻ പോവാ. പക്ഷെ അവിടെ വെള്ളം കിട്ടുകയില്ല. വഴിക്ക് വീതി കൂട്ടി കൊടുക്കാമെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് തരാമെന്നാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. വഴിക്ക് വീതി കൂട്ടിയാൽ എനിക്ക് മാത്രമല്ല, തനിക്കുണ്ട് പ്രയോജനം. അങ്ങനെയാണോ? എങ്കിൽ കൂട്ടിക്കോ. ആ, പക്ഷേ ആ കലുങ്കിനടുത്തുള്ള വളവാ പ്രശ്നം. തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു 4-5 മരം വെട്ടി മാറ്റിയ ആ തേണി അങ്ങ് നേരെയാവും. പിന്നത്തെ കാര്യം ഞാൻ എന്തോ കേട്ടോടാ രാവുണ്ണി, എന്റെ റബ്ബർ വെട്ടിയിട്ട് ഇല്ലിക്കൽ റപ്പായിയുടെ മോൻ നേട്ടം. വെള്ളമില്ലെങ്കിൽ ബോർവെല്ലുണ്ടാക്കണോ? അതിനും സർക്കാരിന്റെ ഓസ് പിടിക്കാതെ. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും ഞൊട്ടും. അതിനും ചുണയുള്ളവന്മാരൊന്നും ഇപ്പൊ ഈ നാട്ടിലിടൂ. പണ്ടൊരുത്തനുണ്ടായിരുന്നു, കന്നുകൂട്ടുകാരൻ ഇല്ലിക്കൽ പത്രോസ്. നമ്മുടെ ഇല്ലിക്കൽ റപ്പായുടെ തന്തേ. പത്രോസിന് 20 അരിയുടെ പഴങ്ങഞ്ഞിയും 2 പച്ചമുളകും കൂടെ കൊടുത്താൽ അവൻ വിട്ടും. എന്ത് ചെയ്യാം, ചത്തുപോയി. ഇനിയിപ്പൊ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ ഏത് കുഴിമാടം? 59 വെള്ളപ്പൊക്കത്തിന് മുതല പിടിക്കലായിരുന്നു അങ്ങനെ. എന്താണ് പറഞ്ഞേ? കുട്ടപ്പായോട് കളിച്ച് അടിച്ചോണ്ട് തെപ്പിന്നായിരിക്കും തേണ്ടി. പോടാ. എന്താ കുട്ടപ്പായത്? എന്തിനൊരു സമാധാനം? നീ വാ, ഞാൻ പറഞ്ഞു കേൾക്ക്. പോടാ. കളക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതിപ്പോ പ്രൈവറ്റ് വഴിയാ. നിങ്ങൾ ഉടമസ്ഥന്മാർ തമ്മിൽ തീർക്കുന്നതാ നല്ലത്. ഞാനൊരു അതിക്രമം അങ്ങ് ചെയ്യും. സാറ് പോലീസിനെ പട്ടാളത്തിനെ അയക്കായിരുന്നാ മതി. ആ, ഒരു മയത്തിലൊക്കെ വേണേ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ വരട്ടെ. മോളിലുള്ള പിള്ളേരെ നീ വിളിച്ചോ. ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. കാശ് വെച്ചാണെന്ന് പറയണം. എല്ലാം ഞാൻ ഏറ്റു. ജെയിംസേ, ജെയിംസേ, ഊളം ജെയിംസേ, വാ. സിനിമ മറ്റവൻ എവിടെ? രാജുവിന്റെ മുറിയിൽ. വാടൻ പൂട്ടി. വാ തുടങ്ങുന്നേ. തുടങ്ങാം. നിനക്കൊക്കെ വേണ്ടി വളരെ പാടുപെട്ടായി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലേ ഒന്ന് വേഗം ശരിയാക്കടാ. നീ കയറ്റി വിട്ടോടാ. എല്ലാം മര്യാദ. ശരി. പടം കണ്ടേച്ച് വാടന്റെ അടുത്ത് വല്ല എന്ന് പറഞ്ഞ നിന്റെയൊക്കെ അവസാനം ഇല്ല. തോന്നരുത് കേട്ടാ. അയ്യോ,
എടുക്കണ 5 രൂപ. എന്റെ അളിയാ ചുമ്മാ ഇരി. ഇത് വലിയ കോടയാ. അത് അവന്മാരെ നമ്മളെ പറ്റിച്ചാണോ? ഇത്ര വൃത്തികെട്ട സിനിമയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഛോ, തൊലി പൊള്ളിപ്പോയി. അച്ചോ, ഈ ആണും പെണ്ണും കൂടെ ഒരുമാതിരി. അല്ലച്ചോ, ഈ തിയേറ്ററിൽ പോയി കിടന്ന് തള്ളി സിനിമ കണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങള്. അത് മാത്രമല്ല അച്ചോ, തച്ചോളി അമ്പൂന്ന കാസറ്റിൽ എഴുതിയിരുന്നത്. വാൾപ്പേറ്റൊക്കെ കാണാലോ എന്ന് കരുതി കാസറ്റ് ഇട്ട് നോക്കിയപ്പോഴാ വേറെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി മേലാലി ഇത്തരക്കാർക്കുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇല്ല. ആർക്കും അറിയില്ലേ? എന്നാ എനിക്കറിയാം. എന്തിനാടാ പേടിക്കുന്നത്? നമുക്ക് കുട്ടപ്പാച്ചാനെ പോയി കാണാം. അച്ചായം പണ്ട് കൂപ്പലേലത്തിന് പോയി പണിക്കരുടെ ആൾക്കാരുമായിട്ട് അടിയും തല്ലും ഉണ്ടാക്കി നിലം തൊടാകുന്നപ്പോ നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാ. ഇന്ന് നമുക്കൊരു ആപത്ത് വന്നപ്പോ സഹായിക്കാനുള്ള ധാർമ്മിക ബാധ്യത അങ്ങേർക്കും ആ, വാ. ആ ഇതാരാ ഇത്? മാത്തപ്പനോ? മലബാറിൽ നിന്ന് എപ്പോഴാ വന്നേ? അപ്പച്ചായത് ഞാനാ, കുട്ടപ്പായി. കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സന്ധ്യയായാ പിന്നെ ആളും തരവൊന്നും തിരിച്ചറിയാൻ മേല. ആകെ ഒരു മൂടലാ. അപ്പച്ചനെ ആ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ആ ഗ്ലാസിന്റെ പവർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ കണക്ക് പുസ്തകം കൊടുക്കുമ്പോ കണ്ടോ, എല്ലാം കറക്റ്റ് ആയിട്ട് ഫോക്കസ് ആവും. അവനവന്റെ മുതല് അവനവൻ തന്നെ കട്ട് തിന്നുന്ന തരത്തിലുള്ള മക്കൾ ഉണ്ടായാല് എല്ലാം താനെ ഫോക്കസ് ആകുവടാ. ഈ അപ്പച്ചനെ കെവിയേക്കാൻ പാടെന്നൊക്കെ പറയുന്നത് വെറും പുളൂസാ. കണക്ക് പുസ്തകം എല്ലാം ഇങ്ങനെ കൊണ്ടുപോടാ. ഓ, മോളെ, എന്തോ? കുട്ടപ്പായി എന്തേ? ഇവിടെ തന്നെയുണ്ട്. ഇന്ന് കണക്ക് നോട്ടോ അമ്മച്ചി. എന്റെ മാതാവേ, എന്നൊരു പുകയിലായിരിക്കും. ഇതേതാടാ ഈ ഈട്ടിത്തടി? 4200 കണ്ടിയുള്ള ഈട്ടിത്തടി എവിടെടാ നമ്മുടെ മില്ലില്? അത് അപ്പച്ചാ മില്ലിന്റെ കിഴക്കേ മൂലയ്ക്ക് കിടപ്പുണ്ട്. മില്ലിന്റെ കിഴക്കേ മൂല കിടക്കുന്ന കുറെ കുശിത്ത തെങ്ങും തടിയല്ലേ? ഛേ, എനിക്കിതാ പിടിക്കാത്തത്. എന്റെ മുതൽ ഞാൻ തന്നെ കക്കു അപ്പച്ചാ. അത് തന്നെയാടാ കുരുത്തം കെട്ടവനെ ഞാനും ചോദിക്കുന്നത്. ഒന്നിയിൽ അങ്ങനെ ഒരു തടി മില്ലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വിഴുങ്ങി. അതിന്റെ കാശ് ഈ ബുക്കിലില്ല. അപ്പച്ചാ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാന് നിന്റെ പേര് കണക്കെഴുതാൻ പോവാ. കുട്ടപ്പായി പറ്റ് മോളിക്കുട്ടി, 25,500 അതാരാ വന്നിരിക്കുന്നത് നോക്കി. രൂപ. എന്താ? കുട്ടപ്പാച്ചാനുണ്ടോ? എന്തിനാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടിയോ? ഈ തടി ആ തടിയും കൂടെ ചേർത്തുള്ള വിലയാ ഈ തടി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ തടി ആ ഹോസ്റ്റലിലെ പിള്ളേരാ. എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ടോ? ഹോസ്റ്റലിൽ തന്നെ കുഴപ്പം. എന്നതാടാ ഹോസ്റ്റലില്? അയ്യോ, ഒരു കുഴപ്പമില്ല. വാ. കൊച്ചു പിള്ളേരുമായിട്ടൊരു കമ്പനി. നാണമില്ലല്ലോ. അച്ചായന്റെ ബലത്തിൽ അവന്മാര് കിടന്ന് കളിക്കുന്നത്. പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഇവന്മാര് കാരണം പെമ്പിള്ളേർക്ക് കോളേജിൽ പോകാൻ വയ്യാതിരിക്കുക. നീ ഒന്ന് പൊടി കൊടുന്നു. ഞാൻ പറയാനുള്ളൂ പറഞ്ഞു. ഇനി അച്ചായന്റെ ഇഷ്ടം. ഓ, ഇതോടാ പതിരാക്കി വെട്ടിങ്ങടൊക്കെ കേട്ടു. എന്തുവാടാ ഹോസ്റ്റലിൽ പ്രശ്നം? കുട്ടപ്പായി ഇതിൽ ഇടപെടരുത്. ഞാനിത് കോളേജ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറയരുത് അച്ചോ. ഓ, നമ്മളൊക്കെ മുടിവെട്ടുന്നത് എവിടെയാ? ബാർബർ ഷാപ്പില്. ഇവന്റെ ഒക്കെ മുടിവെട്ടുന്നത് എവിടെയാണെന്ന് അറിയോ? പോലീസ് സ്റ്റേഷനില്. എന്റെ മാത്രമല്ലച്ചോ, എന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെയും വെട്ടി. കേട്ടല്ലോ കേട്ടല്ലോ. ഓടോ.
ഈ പ്രാവശ്യത്തെ കൂടെ അച്ഛനൊന്ന് ക്ഷമിക്കണം എനിക്ക് വേണ്ടി. ആഭാസയിത്ത പ്രദർശനം, വേശ്യാ സംസർഗം, മുച്ചിട്ടുകളി, പന്നിമലത്ത് ഇതൊന്നും ഇവിടെ പറ്റില്ല. ഒരു അൽമായനായ വാർഡനായിരുന്നുവെങ്കിൽ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ആയിരുന്നു. ഞാനൊരു പുരോഹിതനാണ്, എനിക്ക് ചില കടമകളും ചില വീക്ക്നെസ്സുകളും ഉണ്ട്. ഇല്ല. ഉണ്ട്. ഉണ്ടേ, ഇങ്ങനത്തെ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. എന്തിനാ ഞാൻ നോണ പറയണേ? ഒറിജിനല. ചില കുപ്പിയിൽ അവന്മാര് സിറിഞ്ച് വെച്ച് ചില പണികൾ ഒപ്പിക്കും. ഇത് സംഗതി ഒറിജിനല. അച്ചടക്കം അതായിരിക്കണം ഈ ഹോസ്റ്റലിന്റെ മുഖമുദ്ര. We have very decently and properly in and outside the hostel. Okay? Okay, father. Okay? Okay, father. Okay. Okay, okay, okay. പക്ഷെ സാധനം ഒറിജിനല്ല, കുത്തില്ല. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ചായു. നിന്നെ കൊണ്ടൊക്കെ തോറ്റല്ലോടെ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതിനൊക്കെ ഒരു ഒളിയും മറവൊക്കെ വേണ്ടേ? പിന്നെ നാളെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. നിന്നെ ഒക്കെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവാ. എന്താ സംഭവം? അതൊക്കെ നാളെ പറയാം. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കാതെ പറയാ. ഒന്നുമില്ലടാ, നിങ്ങളുടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ വക ഒരു ശ്രമദാനം വേണം. അതിന് ഞങ്ങളൊന്നും അതിൽ മെമ്പർ അല്ലല്ലോ. അവിടെ ഒന്നില്ല. ഇനി വാ വാ. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ്. ആത്മാർത്ഥ സേവനത്തിന്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു, അലക്സ്, പാലുണ്ണി, അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. എവിടെ? അതങ്ങെടുത്തോ. എല്ലാവരും ആഞ്ഞ് പണിതുകൊണ്ടിരിക്കുക. ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല. മുതലാളി, കോളേജ് പിള്ളേര് വഴിവെട്ടിന് ഇറങ്ങിയിരിക്കുക. നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായിയാ ഉദ്ഘാടനം ചെയ്തേ. ഇവനെന്താ വട്ടാണോ? മറ്റു വേറെ ഒരു പണിയും ഇല്ലാത്തതുപോലെ വഴിവെട്ട്. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും. നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചോ. ശരി.
തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ചുകൂടെ നോക്കിയും കണ്ടുമൊക്കെ വേണ്ടിയിരുന്നു. കണ്ടോ കണ്ടോ അപ്പം മോന് കൊണവുദ്യാരം പറഞ്ഞു കൊടുക്കണുണ്ടോ പോക്കിരിത്തരം കാണിച്ചു വന്നിട്ട്. അച്ചാമ്മ നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. വാരവാ വിട്ടാണെന്ന് ഞാൻ നോക്കത്തില്ല. മേടിക്കാനേ കൊറേ ദണ്ണുണ്ട്. അമ്മച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? ഈ പോടത്താൻ തോന്നിച്ചക്ക. അത് പിന്നെ വിവരക്കേട് കാണിക്കുന്നതിന് അതിലൊക്കെ ഇല്ലേ? ഇനിയിപ്പോ എന്താ ഉണ്ടാവുക ആർക്കറിയാം? കുട്ടപ്പായിച്ചാൻ ശ്രമദാനം നടത്തണമെന്ന് പറഞ്ഞപ്പോ അന്യരുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറി മരം മുറിക്കുക, എന്നിട്ട് അതിനെ ശ്രമദാനം എന്ന് പറയുക, അതും ഒരു നാട്ടുപ്രമാണ എസ്റ്റേറ്റില്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാ മതി. എന്ത് ചെയ്യാൻ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും. അടിവല്ലോ കിട്ടൂ? വേണ്ട. രണ്ടാം ലോകമായത് കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഒറിജിനല്ല കുത്തിനുണ്ട് കർത്താവേ. ഇത് വലിയ പ്രശ്നമാവോളിയാ. അടിയെങ്കി അടി, കുത്തെങ്കി കുത്ത്. സമാധാനമായിട്ട് പോകുന്നതാ നല്ലത്. ഏയ് പണിക്കരല്ല ഇട തന്ത വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. പണിക്കരുടെ വണ്ടിയല്ലേ? ഓടിക്കോ, ഓടിക്കോ. അയ്യോ, വിഷു. നാളെ പിടിച്ചിറക്കാൻ എല്ലാത്തിന്റെ മുട്ട് തന്നെ ഓടിക്കാൻ. എന്തായത്? എന്തായത്? കർത്താവേ, ഞാൻ അരമനയിൽ വിളിച്ചു. പോലീസിന് കേസ്. എന്താ അതിക്രമം നിങ്ങൾ ഈ കാണിക്കണേ? ഏതാടാ രാജുവിന്റെ കൂട്ടരുടെ മുറി? അയ്യോ, നിങ്ങൾ എന്താ ഈ ചെയ്യണേ? മാറോ, എന്നെ തള്ളല്ലേ. ഞാനൊരു വൈദികനല്ലേ ചേട്ടാ. അയ്യോ എന്റെ പൂജ. അയ്യോ എന്റെ അമ്മച്ചി കൊടുത്ത ചച്ചാറുപ്പിയാണ്. എന്റെ പെട്ടി പോലെ പോക്കുണ്ടോ? എനിക്ക് അവളുമാരെഴുതി എഴുത്തെല്ലാം അവന്മാരെടുത്ത് വലിച്ചീറി കളഞ്ഞളിയാ. അയ്യോ എന്റെ ബുക്കെല്ലാം വലിച്ചു. എന്നിട്ട് ഞങ്ങളുടെ റൂമുകളെല്ലാം തല്ലിപ്പൊളിച്ചു. അവന്മാർ അത്രയ്ക്കായോ? ഞാനിപ്പോ വരാം. ഇതിന്റെ ഒരു കുറവും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വെട്ടും കുത്തും. ഉപദേശമൊന്നും ചോദിച്ചില്ലല്ലോ. വാടാ. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടോരോട് കളിക്കാൻ പണിക്കര് വളർന്നിട്ടില്ല. ആണുങ്ങളാരും ഇല്ലടാകത്ത്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട. എന്താടോ പണിക്കരെ രാത്രി ആളും മടിയും വാളും ഒക്കെ ആയിട്ട്? എവിടെയാവന്മാര്? യവന്മാര് എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടും പുറത്തോ പത്തായപ്പുറയിലോ കാണും. എനിക്കറിയാം. എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കർ ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. കുട്ടപ്പായി, ഈ തറവാടിന്റെ കുളവിന്ന് ഞാൻ തോണ്ടും. ആഹാ, അപ്പൊ കാണണമല്ലോ. ഇടാ അനിലേ, രാജു, അലക്സേ, പാലുണ്ണി, ഇനി വാ. താണ്ടെ കുളം കൊണ്ടാൻ വന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ. താണ്ട നിൽക്കുന്നത് എന്റെ റബ്ബർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. എടോ പണിക്കരെ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക്.
അപ്പ അറിയാ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണ്. അടിച്ച് നിരത്തിടായി ഉമ്മാരെ. ഒട്ടുപോയ ചുട്ടുകളെയും പട്ടി കഴിവറുടെ അവന്മാരെ. കുട്ടപ്പായി അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശുപണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. അങ്ങോട്ട് തോണ്ട്. എന്നാടാ പണിക്കണ ചമ്മുണ്ണേ? കൂലിത്തല്ലുകാരെ കയറ്റി വിടറാ. നീ പുറകെ നിന്നാ മതി. അപ്പനപ്പന്മാർ തുടങ്ങി അതാണല്ലോ ശീലം. പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെ വിളിച്ചോണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും മുളയും മാച്ചാടാ കളിയാവുകാരുടെ ചുണ്ടൻ വെള്ളം. ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വെള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്താടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കാനാ ഞാൻ. ഒരു ചുണ്ടൻ വെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ച പുല്ലടാ ചുണ്ടൻ വെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ട് വന്ന് നല്ല പുത്തൻ ചുണ്ടൻ വെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്നെ ജാതിയിൽ നിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹ എഞ്ചിൻ. ഈട്ടിത്തടിയിൽ വെള്ളം ഉണ്ടായിക്കൊണ്ടങ്ങ് വാ, കാണാം. കാണാടോ. പിള്ളേരെ, ഇന്നലെ നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. എടാ കുട്ടപ്പായി, നിന്റെ ബാറ്റിൽ ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ? എന്റോടാ? ടോയ് പിസ്റ്റൾ. ആഹാ, വായി കിടക്കണ നാക്കു കുരുത്തുള്ളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ? അവന്മാര് പോയത് കണ്ടോ? എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാ, ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെയാ അപ്പച്ച? അവൾ എന്റെ മോളല്ലേ? ഇത്രയൊക്കെ സംഘർഷം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് വെക്കാൻ കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ? നാട്ടുകാരെ മുമ്പിൽ വെച്ച് വള്ളം കളി കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി അതിലില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, നേരാ, ഞാനും വെല്ലുവിളിച്ചതാ വള്ളം കളിക്ക് കണ്ടോളാന്ന്. പക്ഷെ അക്രം മുടക്കുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കട്ടില്ലെന്ന് നിനക്ക് അറിയത്തില്ലയോടാ. അന്നാ പഞ്ചായത്തച്ഛൻ പറയുമ്പോ ഞാനതങ്ങ് വിജയിച്ചു. പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും. അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നിനക്കതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നിരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5000 6000 മുടക്കാന്നും വെച്ചു. പുത്തൻ ചുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോൻ ആ പൂതിയും കളഞ്ഞേര്. അപ്പനെ നമ്പാങ്കൊള്ളുകലെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൻ ഒരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? കുട്ടപ്പായി, താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേപ്പ് മുതലാളി ചോദിക്കുന്നത് എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ. സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയാ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടൻ വെള്ളം എന്ന് പറഞ്ഞാ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാ വച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കള്ളിയാ.
എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി 1 മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനിയിപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ആ. ബാങ്കിലും വക്കീൽ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നിൽക്കുക. എന്നാലും അയാളുടെ ഒരു അഭിമാനം കണ്ടില്ലേ? സൂക്ഷിച്ചിറങ്ങണം. അച്ചായോ, അയാൾ പാങ്ങും പടുതിയെ കണ്ടിട്ട് വള്ളം വിലക്ക് കിട്ടുന്ന കോളുണ്ട്. നിന്റെ ഉണ്ടോ 1 ലക്ഷം രൂപ എടുക്കാൻ? അപ്പൻ ഷാപ്പിലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു 5-6 കെട്ടിഞ്ഞെടുത്തോണ്ട് വാ. വർത്തമാനത്തിന് ഒരു കുറവില്ല. കയറാം. അച്ചായ ഒരു മാർഗമുണ്ട്. എന്തുവാണ് ഒരു രഹസ്യം? ഞങ്ങളോട് അറിയാം. നമ്മൾ അച്ചായന്റെ തന്തപ്പടിയുടെ മുതൽ അടിച്ചു മാറ്റുന്നു. എപ്പടി? അച്ചായനെ കാണുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അച്ചായൻ പറഞ്ഞില്ലേ ഇടത് ഭാഗത്ത് സേഫ് എന്ന്. താക്കോലുണ്ടോ നോക്ക്. ഇല്ല. മേശക്കകത്ത് നോക്ക്. ഇതിനടി കാണും. അനങ്ങിപ്പോവരുത്, അനങ്ങിപ്പോവരുത്. ഞങ്ങൾ മലൈക്കള്ളന്മാരാണ്. കള്ളൻ കള്ളൻ എന്റെ കണ്ട എടുത്തണം. എവിടെ? എടുക്കണ്ട, എടുക്കണ്ട. കത്തിയാണ്, കുത്തും. അടങ്ങി കിടക്കണോ കളവാ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത്യാവശ്യമായിട്ടുള്ള സ്ഥലത്ത് അനാവശ്യ കാര്യങ്ങൾ ഇടപെടണം നീ. ഞാനാ രാജു. ശ്വാസം ഞാനാ രാജു. ഞാനാ പാപ്പി കള്ളൻ. അച്ചായ, നീ പോയി അപ്പത്തങ്ങൾ സംഭവിച്ചു നോക്ക്. ചെല്ലേ ഓട്. എന്താ അപ്പച്ചാ, നമ്മുടെ മോഷണ കേസ് പോലീസ്. എന്ത് കേസ്? എന്റെ കാശ് പോയത് തന്നെ. അല്ല, പക്ഷെ പോലീസ് നായ. എന്നോട് നായ പാർട്ടിയല്ല ഒന്ന് തന്നെയാടാ. ഈ അനത്തിപ്പെട്ടവന്ന് ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് കള്ളനെ പിടിക്കോ? ഏമാരെ എനിക്ക് കേസില്ല. കുട്ടപ്പായി. അതെ, ഞാൻ അവന്റെ തന്തയാ. എനിക്ക് വരാതില്ല. അപ്പച്ചാ, അല്ല, ഈ പോടാടുന്നു. മോളിക്കുട്ടിയെ, ഒന്നും തോന്നരുത്. ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. ഓ, സാരമില്ല.
മോഷണം പോയ ആൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ അപ്പച്ചനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. കേസും ബുക്കാറും ഒന്നും പുള്ളിക്ക് പണ്ടേ ഇഷ്ടമല്ല. ബ്രൂണിയെ കേട്ട് എന്നാ അങ്ങനെ ആട്ടെ.